ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സാമ്പാർ പരിപ്പ് വെച്ചിട്ട് ഒരു പരിപ്പ് വടയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാർ പരിപ്പ് 1 മണിക്കൂറോളം വെള്ളത്തിൽ കോരാനായിട്ട് ഇട്ട് വെക്കണം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് പരിപ്പ് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ്: അരമുറി സവാള അരിഞ്ഞത്, പച്ചമുളക് 2 പച്ചമുളക്, ആവശ്യത്തിന് ഒരല്പം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില നമുക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് അല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ചേക്കാം. ഗ്യാസ് ഒരു മീഡിയം ടൈപ്പിലിട്ട് വേണം ഇത് വറുത്ത് കോരാൻ. ഇതിപ്പോൾ നമ്മൾ ഇട്ട് ഒരു മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിടാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട പാകമായിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ നമ്മളുടെ ചൂട് പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.